ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ ഇന്ന് നടന്നിട്ടുള്ള ഓണപ്പരീക്ഷൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2024-25 ആണ്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 50 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതിയാൽ മതി. 8 ആക്ടിവിറ്റി ടോട്ടൽ ഉണ്ട്. അതിലേതെങ്കിലും 6 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ചാപ്റ്റർ 1 ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 1, 2, 3 ഒക്കെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടവർക്കാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റി 1 നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഓർഗാനിസം ഇൻ ദ ഗിവൺ പിക്ചർ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ 2 ഓർഗാനിസത്തിൻ്റെ പേര് എഴുതാനാണ്. ഇത് രണ്ടും ഏതാ നിങ്ങൾക്കറിയാലോ, യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ പേര് എഴുതണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എന്ന് പറയുന്നത് പാരമീസിയമാണ്, രണ്ടാമത്തത് യുഗ്ലിനയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പിക്ചേഴ്സൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കണം, ക്വസ്റ്റ്യൻസിൽ ചോദിക്കുമെന്ന്. ഇനി ബി ചോദ്യമാണ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദീസ് ഓർഗാനിസം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചതാണ് ഈ ഒരു ഓർഗാനിസത്തെ കാണണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക, അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹേ സോക്ക്ഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്. അതായത് സ്ലൈഡിൽ ഹേ സോക്ക് ചെയ്യുക. ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈക്കോൽ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് സ്ലൈഡിൽ വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസ് എ കവർ ഗ്ലാസ്. ഗ്ലാസിൻ്റെ മുകളിൽ അല്ലേ, സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ കവർ ഗ്ലാസ് വെച്ചതിന് ശേഷം ഒബ്സർവ് ഇറ്റ് ത്രൂ മൈക്രോസ്കോപ്പ്. അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഗാനിസത്തെ കാണാൻ പറ്റും. ഇനി സി ചോദ്യമാണ് സം സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ ബിലോ റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് കോളം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ താഴെ കുറച്ച് അതായത് പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ടേബിളിൽ കൊടുക്കാനാണ്. പ്ലാന്റ് സെല്ലിൻ്റെ ഏതാണ്, ആനിമൽ സെല്ലിൻ്റെ ഏതാണെന്ന് കറക്റ്റായിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ്. ക്ലോറോഫിൽ ഏതിൽ മാത്രമാണ് പ്രസൻ്റ് ആയത്? പ്ലാന്റ് സെല്ലിലാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ അവിടെ കൊടുക്കുക. അതേപോലെ രണ്ടാമത്തെ സ്മോൾ വാക്യൂൾ ഈസ് സീൻ. സ്മോൾ വാക്യൂൾ നമുക്ക് ഏതിലാണ് കാണാൻ പറ്റുന്നത്? അതെ, എനിമൽ സെല്ലിലാണ് സ്മോൾ വാക്യൂൾ കാണാൻ പറ്റുന്നത്. രണ്ടാമത്തത് സെൽ വാൾ ഈസ് നോട്ട് പ്രസൻറ്റ്. സെൽ വാൾ പ്രസൻറ്റ് അല്ലാത്തത് ഏതിലാണ്? അത് ആനിമൽ സെല്ലിലാണ്. പിന്നെ ബിഗ് വാക്യൂൾ ഈസ് സീൻ. ബിഗ് വാക്യൂൾ പ്ലാന്റ് സെല്ലിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതേപോലെ അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് എനിമൽ സെല്ലാണ്, ബി എന്ന് പറയുന്നത് ക്ലോറോഫിൽ ഈസ് പ്രസൻ്റ് ആണ്, സി എന്ന് പറയുന്നത് സെൽ വാൾ ഈസ് നോട്ട് പ്രസൻ്റ് ആണ്, ഡി എന്ന് പറയുന്നത് ബിഗ് വാക്യൂൾ ഈസ് സീൻ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ കമൻറ്റിൽ പറയട്ടോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2 നെയിം ദ പാർട്ട് മാർക്ക്ഡ് 1, 2, 3, 4 ഇൻ ദ പിക്ചർ. അതായത് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പൂവിൻ്റെ പല പാർട്ടുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനാണ്. ഇതേ ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് എ പാർട്ടിൽ 1 എന്ന് പറയുന്നത് സ്റ്റിഗ്മയാണ്, 2 എന്ന് പറയുന്നത് സ്റ്റൈലാണ്, 3 എന്ന് പറയുന്നത് ആന്തറാണ്. ഓക്കെ, ആന്തറാണ്. പിന്നെ 4 എന്ന് പറയുന്നത് ഓവറിയാണ്. ഇനി ബി ചോദ്യമാണ് വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ഫ്ലവർ വെൻ ഇറ്റ് ബിക്കം എ ഫ്രൂട്ട്. അതായത് ഒരു ഫ്ലവർ ഫ്രൂട്ടായിട്ട് മാറുമ്പം അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? അപ്പോൾ നമ്മൾ പെഡിസെല്ലിൻ്റെ പറയണം, കൊറോളൻ്റെ പറയണം, ഒവ്യൂൾ പറയണം, ഓവറി പറയണം. അപ്പോൾ ഇവിടെ പെഡിസെൽ എന്ന് പറയുന്നത് തണ്ട്, അതെന്തായിട്ട് മാറുകയാണ്? ഹാർഡായിട്ട് മാറുകയാണ് ചെയ്യുക, കുറച്ച് കട്ടിയുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ. അതേപോലെ കൊറോള എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെറ്റൽസ് അല്ലെ, ആ ഒരു ഇതളുകൾ അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക, ഫോൾ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. ഇനി സി ചോദ്യമാണ് ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവർ റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ഫ്ലവർ. അതായത് ചില പൂക്കളിൽ ഇങ്ങനെ ഫീമെയിൽ ഫ്ലവർ വേറെയും മെയിൽ ഫ്ലവർ വേറെയുമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറിന് എന്തായിരുന്നു പറയൽ? യൂണിസെക്ഷൽ ഫ്ലവർ എന്നായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്.
ഇനി ആക്ടിവിറ്റി 3 ആണ്. ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ 2 ഫ്രൂട്ട്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് കസ്റ്റാർഡ് ആപ്പിളുമാണ്, ഒന്ന് ജാക്ക് ഫ്രൂട്ടുമാണ്. അതിലത്തെ എ ചോദ്യമാണ് വിച്ച് ഫ്രൂട്ട് ഈസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ. അതായത് ഒരൊറ്റ സിംഗിൾ ഫ്ലവറിൽ ഇവിടെ ഏത് ഫ്രൂട്ടാണ് ഗ്രോ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണത്? അത് കസ്റ്റാർഡ് ആപ്പിളാണ് അല്ലേ. മറ്റേത് ചക്കയാണെങ്കിൽ അതെങ്ങനെയാണ്? അതൊരു ഫ്ലോറസൻസ് ആയിട്ടാണ്. അതായത് ഒരു കൂട്ടം പൂക്കളിൽ നിന്നാണ് ഈ ഒരു ചക്ക ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ബി ചോദ്യമാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ജാക്ക് ഫ്രൂട്ട് ആർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ജാക്ക് ഫ്രൂട്ടിൻ്റെ 4 സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തത് ഇവിടെ ദ ഫ്ലവർ ദാറ്റ് അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ ബിക്കം ചക്കച്ചവനി. ഫെർട്ടിലൈസേഷൻ നടന്ന ഫ്ലവേഴ്സാണ് ചക്കച്ചവനിയായിട്ട് മാറുന്നത്. രണ്ടാമത്തത് ഫ്ലവർ ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ ബിക്കം ചക്കച്ചവനി. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഫ്ലവേഴ്സാണ് ചക്കച്ചവനിയായിട്ട് മാറുന്നത്. മൂന്നാമത്തത് ഫ്ലവർ ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ ബിക്കം ചക്കച്ചുള. അപ്പോൾ ചക്കച്ചുളയായിട്ട് മാറുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഫ്ലവേഴ്സാണ്. പിന്നെ ദ ഫ്ലവർ ദാറ്റ് അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ ബിക്കം ചക്കച്ചുള. ഫെർട്ടിലൈസേഷൻ നടന്ന ഈ ഒരു ഫ്ലവേഴ്സാണ് ചക്കച്ചുളയായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് അറിയാമല്ലോ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള പോളൻ ഗ്രെയിൻ വന്ന് എഗ്ഗിൽ വന്ന് ഫെർട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? അതെ, അതായത് ഈ ചക്കച്ചെവണിയായിട്ട് മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതാണ് ഈ ഒരു ചക്കച്ചെവണിയായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്ന ഫ്ലവേഴ്സാണ് ചക്കച്ചുളകളായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. 2 and 4 ആർ കറക്റ്റ്. ഓക്കെ, സി ചോദ്യമാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്രൂട്ട് ബേസ്ഡ് ഓൺ ദെയർ ഫീച്ചേഴ്സ്, റൈറ്റ് ദ നെയിം ഓഫ് ഗ്രൂപ്പ്. അപ്പോൾ താഴെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ ഫ്രൂട്ടാണ് ഇതെന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പിയേഴ്സ് അതേപോലെ ആപ്പിളൊക്കെ എന്തിൽ വരുന്നതാണ്? ഫോൾസ് ഫ്രൂട്ടാണ്. പിയറും ആപ്പിളൊക്കെ ഫോൾസ് ഫ്രൂട്ടാണ്. അതായത് പെഡിസെല്ലിലും തലാമോസൊക്കെയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ പോളിയൽത്തിയ, കസ്റ്റാർഡ് ആപ്പിളൊക്കെ അഗ്രിഗ്രേറ്റ് ഫ്രൂട്ടാണ്. ഓക്കെ, ഇതൊക്കെ ശരിയായിട്ടല്ല എഴുതിയത് നിങ്ങൾ. ഇനി ആക്ടിവിറ്റി 4 ആണ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് മൊബൈൽ ചാർജിങ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അതിലത്തെ എ ചോദ്യമാണ് റൈറ്റ് ദ എനർജി ചേഞ്ച് ആറ്റ് ഹാപ്പൻ ഇൻ ദിസ് ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് എനർജി ചേഞ്ച് നടക്കുന്നത്? അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചിലൊരു കൺഫ്യൂഷൻ വരും. അതായത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചാർജർ കുത്തിയിടുന്നുണ്ടല്ലേ, അപ്പോൾ അതിലൂടെ വരുന്ന എന്താണ്? ഇലക്ട്രിക് ചാർജാണ്. ഇലക്ട്രിക് ചാർജ് വന്ന് ബാറ്ററിയിൽ എത്തുമ്പം അതെന്തായിട്ട് മാറുന്നുണ്ട്? കെമിക്കൽ എനർജി. ഈ ബാറ്ററിൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജിയാണുള്ളത്. അത് ചാർജ് ആകുമ്പോഴാണ് വീണ്ടും നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അത് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ ആൻ ഇലക്ട്രിക് കുക്കർ. അപ്പോൾ ഇലക്ട്രിക് കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയും. അപ്പം റൈറ്റ് എനി ടു ലൈഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് സിമിലർ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ്. അതായത് ഇതല്ലാതെ ഇലക്ട്രിക് കുക്കർ അല്ലാതെ ഏതൊക്കെ വസ്തുക്കളിലാണ് ഇതേപോലെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്? നമുക്ക് കുറേ ഉണ്ട് അല്ലേ. അയൺ ബോക്സ് പറയാം, നമ്മുടെ ഇസ്തിരിപ്പെട്ടില്ലേ, അത് ഇതേപോലെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ട് നമ്മൾ മാറാറുണ്ട്. അതേപോലെ ഓവൻ, പിന്നെ ഹീറ്ററൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ അതിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി സി ചോദ്യമാണ്. റൈറ്റ് ദ എനർജി ഫോം ഇൻ ദ ഫോളോയിങ് ആക്ടിവിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഇല്ലുസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ ഫയർവുഡ് ബേണിംഗ് ഇൻ ആൻ ഓവൺ, അതായത് വിറകടുപ്പിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാവുന്ന എനർജി അവിടെ ഉണ്ടാവുന്ന എനർജി ഏതൊക്കെയാണ്? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് അവിടെ എഴുതേണ്ടത്. ഇവിടെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ വിറകടുപ്പ് കത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഹീറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ബാക്കി എക്സ്ട്രാ വരുന്ന ലൈറ്റ് എനർജി ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് നോട്ട് യൂസ് എന്ന് പറയുന്നതിൽ എന്താണ്? ലൈറ്റ് എനർജിയാണ് വരുന്നത്. പിന്നെ വർക്കിംഗ് ഓഫ് ജനറേറ്റർ വർക്ക് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന എനർജി ഏതൊക്കെയാണ്? ഇതേപോലെ ഇലക്ട്രിക്കൽ എനർജി പറയാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയൊക്കെ അവിടെ ഉണ്ട്. യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നോട്ട് യൂസ് ആണ് ഡി വരുന്നത്, അതായത് ഹീറ്റ് എനർജി നോട്ട് യൂസ് ആണ്.
ഇനി ആക്ടിവിറ്റി 5 ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ആൻ ഒനിയൻ സെൽ. അതായത് താഴെ തന്നിരിക്കുന്നത് ഒനിയൻ സെല്ലിൻ്റെ ഒരു ചെറിയൊരു പിക്ചറാണ്. അതിൻ്റെ പാർട്ടൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തതാണ് സെൽ വാൾ, 2 സെൽ മെംബ്രെയിനാണ്. അത് മാറിപ്പോയത്. ഏറ്റവും പുറമുള്ളത് സെൽ വാളും അതിൻ്റെ ഉള്ളിലുള്ളത് സെൽ മെംബ്രെയിനുമാണ്. മൂന്നാമത്തത് ന്യൂക്ലിയസ് ആണ്. നാലാമത്തത് സൈറ്റോപ്ലാസമാണ്, അതിൻ്റെ ഫ്ലൂയിഡ്. ഓക്കെ, ഇങ്ങനെയാണല്ലോ നിങ്ങൾ എഴുതിയതില്ലേ. ഇനി ബി ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്? ദ പാർട്ട് ഓഫ് എനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് സെൽ. എനിമൽ ബോഡി ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ്. അത് കറക്റ്റാണ്. കാരണം എനിമൽ സെല്ലിലൊക്കെ മസിൽ സെൽ, നെർവ് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സെല്ലുകളുണ്ട്. രണ്ടാമത്തതാണ് ദ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ഓർഗാനിസം ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് സെൽ. അത് തെറ്റാണ്. അല്ലാതെ വളരെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ക്ലാസ്സിൽ. നമ്മളുടെ ഓരോരോ ജീവികളുടെ സൈസ്, വലിയ സൈസ് അതേപോലെ ചെറിയ സൈസ് ഒക്കെ ആവുന്നത് സെല്ലുകളുടെ സൈസ് കൊണ്ടല്ല, പകരം എന്താണ് സെല്ലുകളുടെ നമ്പറാണ് അവിടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉറുമ്പിൻ്റെതാണെങ്കിൽ ഉറുമ്പിൻ്റെ ശരീരത്തിൽ കുറച്ച് സെല്ലുകൾ മാത്രമേ ഉണ്ടാവൂ, പക്ഷേങ്കിൽ സെല്ല് സെയിം ആയിരിക്കും. എല്ലാ സെല്ലും സെയിം ആയിരിക്കും, പക്ഷേങ്കിൽ എന്താണ് കുറഞ്ഞ സെല്ലുകളായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ആനനെയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലുള്ള സെല്ലുകൾ കുറേ ഉണ്ടാകും. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. കറക്റ്റാണ്. അതായത് ക്ലോറോഫിൽ പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. നാലാമത്തത് പാർട്ട് ഓഫ് എ പ്ലാന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് സെൽ. തെറ്റാണ്. ഈ പാർട്ട് ഓഫ് നമ്മളുടെ പ്ലാന്റ് സെല്ലും ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി സി ചോദ്യം എന്താണ്? കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2ഉം അതേപോലെ 4ഉമാണ്. അപ്പോൾ 2 എന്താണ് ഇവിടെ? ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഓർഗാനിസം ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെല്ലാണ്. സെല്ലുകളുടെ നമ്പറിലെ വ്യത്യാസം കൊണ്ടാണ് ഓരോരോ ജീവികളുടെ സൈസ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ പ്ലാന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ്. ഈ പ്ലാന്റ്സിൻ്റെ ബോഡിയിലും എന്തുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകളുണ്ട്. ഡി ചോദ്യമാണ്. വിച്ച് ഈസ് ദ സെൻട്രൽ പാർട്ട് ദാറ്റ് കൺട്രോൾ ദ ആക്ടിവിറ്റി ഓഫ് സെൽ. ഒരു സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഏത് പാർട്ടാണ്? ന്യൂക്ലിയസ് ആണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. സെലക്ട് ദ മെറ്റീരിയൽ ഫ്രം ദോസ് ഗിവൺ ബിലോ ടു ഡു ആൻ ആക്ടിവിറ്റി ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, റൈറ്റ് ദ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് താഴെ തന്നിരിക്കുന്ന ഒരു ബോക്സിൽ തന്നിരിക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം? ഐസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഐസ്ക്രീം ബോൾ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഐസും അതേപോലെ തന്നെ ഐസ്ക്രീം ബോളും യൂസ് ചെയ്താൽ മതി. പിന്നെ പ്രൊസീജിയർ ഇവിടെ എങ്ങനെയാണ്? പ്ലേസ് ദ ഐസ് ക്യൂബ് ഇൻ ദ ബോൾ ആൻഡ് ലീവ് ഇറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഈ ഒരു ഐസ്ക്രീം ബോളിൽ വെച്ചതിന് ശേഷം നമ്മളുടെ സാധാ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ റൂമിൽ ജസ്റ്റ് അവിടെ വെക്കുകയാണെങ്കിൽ ഒബ്സർവ് ദ ഐസ് മെൽറ്റ് ഇൻ ടു വാട്ടർ ആസ് ഇറ്റ് അബ്സോർബ് ഹീറ്റ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്. അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഇതേപോലെ ഐസ് മെൽറ്റ് ആവുന്നത് കാണാൻ പറ്റും. ഐസ് മെൽറ്റായി, അതായത് ഉരുകി വെള്ളം പോലെ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ റൂം ടെമ്പറേച്ചറിലെ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഈ ഐസ് മെൽറ്റ് ആവും. ഇനി അടുത്ത ഇവിടെ നോക്കിക്ക് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഇതേ ഫ്ലോ ചാർട്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്നത് ഐസ് ക്യൂബാണ് അല്ലേ, ഐസ്. അപ്പോൾ ഐസ് എപ്പോഴാണ് മെൽറ്റ് ആവുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഈ ഐസ് മെൽറ്റ് ആവുന്നത്. താപം സ്വീകരിക്കുമ്പം അല്ലെങ്കിൽ ചൂട് ലഭിക്കുമ്പം ഈ ഐസ് ഉരുകാൻ തുടങ്ങും അല്ലേ. ഉരുകിയിട്ട് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഇനി ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് തന്നെ, അതായത് ഹീറ്റ് വീണ്ടും അബ്സോർബ് ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? വാട്ടർ വേപ്പറായിട്ട് മാറുകയാണ് ചെയ്യുക. വീണ്ടും താപം സ്വീകരിക്കുമ്പം ഈ വാട്ടറിന് എന്ത് സംഭവിക്കും? നീരാവിയായിട്ട് മാറാൻ തുടങ്ങും. അതിനാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഹീറ്റ് റിലീസ് ചെയ്യുക. ഇനി ഹീറ്റ് നഷ്ടപ്പെടുത്തുമ്പോൾ അത് വീണ്ടും വാട്ടറായിട്ട് മാറും. ഈ വാട്ടർ വീണ്ടും ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഐസ് ക്യൂബായിട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ റിലീസ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇനി ആക്ടിവിറ്റി 7 ആണ്. എ പോളിനേഷൻ ഇൻ വീറ്റ് പ്ലാന്റ് ടേക്ക് പ്ലേസ് ത്രൂ വിൻഡ്.
റൈറ്റ് ടു പെക്യുലാരിറ്റീസ് ഓഫ് വീറ്റ് ഫ്ലവർ ഇൻ വിച്ച് പോളിനേഷൻ ടേക്ക് പ്ലേസ് ത്രൂ വിൻഡ്. അതായത് വിൻഡിലൂടെ, കാറ്റിലൂടെ പോളിനേഷൻ നടക്കുന്ന ഈ വീറ്റ് പ്ലാന്റിൻ്റെ 2 പെക്യുലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഈ വീറ്റ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് എളുപ്പത്തിൽ ഇങ്ങനെ കാറ്റത്ത് പാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ്. ലൈറ്റ് വെയിറ്റ് പോളൻ ഗ്രെയിൻ ആയതുകൊണ്ടാണ് ഈ കാറ്റത്ത് ഇങ്ങനെ പെട്ടെന്ന് പാറാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ്? നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിനുമാണ്. അത്ര പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാത്ത തരം പോളൻ ഗ്രെയിൻ ആണ്. ഇനി ബി ചോദ്യമാണ്, ലിസൺ ടു വാട്ട് വെള്ളില പ്ലാന്റ് വാണ്ട് ടു ടെൽ യു. അപ്പോൾ ഇവിടെ ഒരു ചെടീൻ്റെ ചിത്രമാണ്, അതിനെന്തോ നമ്മളോട് പറയാനുണ്ട് അല്ലേ. ദ വൈറ്റ് കളേർഡ് പാർട്ട് സീൻ ഇൻ മീ ഈസ് നോട്ട് മൈ ഫ്ലവർ. അതായത് എൻ്റെ ഈ ഒരു ചെടിയിലെ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ആ ഭാഗം എന്താണ്? എൻ്റെ ഫ്ലവർ അല്ല. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് സീൻ ഇൻ വൈറ്റ് കളർ. അപ്പോൾ ഇവിടെ ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന പാർട്ട് എന്താണ്? ശരിക്കും ലീഫാണ്. ഓക്കെ, ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ദ പ്ലാന്റ്? അപ്പോൾ ഇതെന്തിനാണ് സഹായിക്കുന്നത്? ടു അട്രാക്ട് ദ പോളിനേഷൻ ഏജൻറ്റ്. ഓക്കെ, പോളിനേറ്റിംഗ് ഏജൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ഈ പ്രത്യേകിച്ച് എന്താണ് ഈ തേനീച്ചകളെയൊക്കെ അല്ലേ കളറ് കൊണ്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു വെള്ള കളർ ലീഫിന് കൊടുത്തത്. സി ആണ്, നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് മോത്ത് ഹെൽപ്പ് ഇൻ ഇറ്റ്സ് പോളിനേഷൻ. അതായത് മോത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രാണികളൊക്കെ വന്നിട്ട് പോളിനേഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു ചെടീൻ്റെ പേര് പറയാനാണ്. നമുക്ക് ജാസ്മിനൊക്കെ പറയാം. മുല്ല, നിങ്ങൾ കണ്ടിട്ടാണ് മുല്ല ഇങ്ങനെ വിരിയുമ്പോൾ നിറയെ തേനീച്ചകൾ ഉണ്ടാവില്ലേ എന്ന് നിറച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പല സിറ്റുവേഷൻസുമാണ്. ഒന്നാമത്തെ റെസ്റ്റിംഗ് ഓഫ് അയൺ. റെസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുക. പിന്നെ വാട്ടർ ബിക്കം വാട്ടർ വേപ്പർ, വെള്ളം പിന്നെ നീരാവിയായിട്ട് മാറുക. മാംഗോ റൈപ്പൺസ്, മാങ്ങ പഴുക്കുക. പിന്നെ മെൽറ്റിംഗ് ഓഫ് ഷുഗർ, നമ്മൾ പഞ്ചസാര ഉരുക്കുന്നത്. പിന്നെ ടിയറിങ് ഓഫ് പേപ്പർ കീറുന്നത്. പിന്നെ മെൽറ്റിംഗ് ഓഫ് വാക്സ് ഉരുക്കുന്നത്. അപ്പോൾ ഇത്രയും സിറ്റുവേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ ചോദ്യം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം അല്ല, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ചോദിച്ചതാണ്. അതിലെ ചോദ്യമാണ്, ക്ലാസിഫൈ ദ സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ചേഞ്ച് ഇൻ ടു 2 ഗ്രൂപ്പ്സ് ആൻഡ് ഗിവ് സ്യൂറ്റബിൾ ഹെഡിങ്. അപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള 2 ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട്, അപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ചേഞ്ചും അതേപോലെ തന്നെ കെമിക്കൽ ചേഞ്ചും. അപ്പോൾ ആ ഒരു 2 ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യത്തത് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ചാണ്. രണ്ടാമത്തത് വാട്ടർ ബിക്കം വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്താണ്? അത് ഫിസിക്കൽ ചേഞ്ചാണ്. മൂന്നാമത്തത് മാംഗോ റൈപ്പൺ, മാങ്ങ പഴുക്കുക എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. പിന്നെ മെൽറ്റിംഗ് ഓഫ് ഷുഗർ എന്ന് പറയുന്നതും കെമിക്കൽ ചേഞ്ചാണ്. ടിയറിങ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചാണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഒരു സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പഞ്ചസാര ഉരുക്കുമ്പോൾ അത് ശരിക്കും ഒരു കറുത്ത നിറത്തിലോട്ടായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കറുത്ത നിറമുള്ള ആ ഒരു സബ്സ്റ്റൻസ് ഒരിക്കലും തിരിച്ച് നമുക്ക് പഴയ പഞ്ചസാരൻ്റെ ടേസ്റ്റോ രൂപമോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ മാങ്ങ പഴുക്കുന്നത് കണ്ടില്ലേ, പച്ച മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ച് പച്ച മാങ്ങൻ്റെ ആ ഒരു ഇതിലേക്കോ ഒന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള ചേഞ്ചാണ്. അതിന് അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ബി ചോദ്യമാണ്, റൈറ്റ് ടു പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദീസ് 2 ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പിലും പിന്നെ വരുന്ന മാറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് പെക്യുലാരിറ്റീസ് എഴുതാനാണ്, അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ച് ടു ന്യൂ സബ്സ്റ്റൻസ്. ഒന്നാമത്തെ പോയിന്റ്, അത് പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു മാംഗോ റൈപ്പൺ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഷുഗർ മെൽറ്റ് ആവുന്നതൊക്കെ. പിന്നെ രണ്ടാമത് ഇറ്റ് ഈസ് പെർമനൻറ്റ് ചേഞ്ച്, അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്, അതൊരിക്കലും തിരിച്ച് പഴയ സബ്സ്റ്റൻസിലേക്ക് വരുന്നില്ല. ഇനി ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്, അതായത് പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ആയിട്ട് മാറുന്നില്ല. നമ്മളിപ്പോൾ പേപ്പർ കീറുന്നത് പറഞ്ഞു, പേപ്പർ കീറുമ്പോൾ അത് അതിൻ്റെ സൈസിലൊക്കെ ഒന്ന് വ്യത്യാസം വരുന്നെന്നല്ലാതെ ആ പേപ്പറിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ പേപ്പർ എന്നുള്ളത് മാറുന്നില്ല, വേറെ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. ഇനി അടുത്ത പോയിന്റ്, ചേഞ്ച് ഇൻ ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ്.
അപ്പോൾ ഇവിടെ ഒരു ഫിസിക്കൽ ചേഞ്ചിൽ ഒന്നുകിൽ ഷേപ്പിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ സൈസിൽ വ്യത്യാസം വരും, സ്റ്റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ഐസ് മെൽറ്റായിട്ട് വാട്ടർ ആവുന്നത്, വാട്ടർ വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് വേപ്പറായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വെള്ളം തന്നെ എന്താണ്, ഈ H2O എന്ന് പറഞ്ഞുള്ള മോളിക്യൂൾസിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. ഐസ് ആവുമ്പോഴും ആ വെള്ളം തന്നെയാണ്. പിന്നെ ആ മെൽറ്റ് ആവുമ്പോൾ എന്താണ്, വെള്ളത്തിൻ്റെ എല്ലാ ഘടനയും അതിലുണ്ട്. ഓക്കെ, അതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ സിമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.